തിരുമേനി നിധിയുടെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴും നാഗങ്ങളെയാണ് കണ്ടത്. വെച്ചവർക്ക് പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിൽ ആഭരണങ്ങൾ നാഗങ്ങളാൽ സംരക്ഷിതമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നീ പാമ്പുകളെ കണ്ടെന്നും വരാം. വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സംഭവമാണ്. മോഷണം പോയ മുതലിന്റെ സ്ഥാനമാണ് അറിയേണ്ടത്. ഈ വീട്ടിലുണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പ്രധാനമായും നോക്കേണ്ടത് ജിനുവിന്റെ മുറിയിലാണ്. അതെന്താണ് അവിടെ? ആരെങ്കിലും സ്വന്തം മുറിയിൽ ഇതൊക്കെ സൂക്ഷിക്കുമോ? ജിനുവിന്റെ മുറിക്കൊരു രഹസ്യമുണ്ട്. ശക്തിയിൽ ആകാംക്ഷ നിറഞ്ഞു. മുറിക്കുള്ളിൽ ഒരു രഹസ്യമോ? അതും ഇത്രയും ആളുകളുള്ള വീട്ടിൽ? ശക്തിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓരോ മുറിയും അതിനവകാശപ്പെട്ട വ്യക്തികളുടെ സ്വകാര്യതയല്ലേ. ഈ വീട്ടിൽ തന്നെ നമുക്കറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട്. വീട്ടിൽ മാത്രമല്ല, ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സുകളും അങ്ങനെ തന്നെയാണ്. സസ്പെൻസ് ഇടാതെ കാര്യം പറഞ്ഞുകൂടെ? ശക്തിക്ക് ശുണ്ഠി പിടിച്ചു. നമ്മളിങ്ങനെ കഥകൾ പറയുമ്പോൾ കുറച്ച് സസ്പെൻസ് ഇല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടം വരുമോ? സസ്പെൻസ് ഇല്ലെങ്കിലും ചില കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടും. തൽക്കാലം സംസാരിച്ച് കാട് കയറാതെ പറയാൻ വന്നത് പറയേ. അതങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെയും എങ്ങനെ, ആര്, എന്തെന്നുള്ള ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. അന്നത്തെ ഉത്സവത്തോടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അറിയില്ലേ? എല്ലാം ഒന്നും അറിയില്ല. ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു, ചിലർക്ക് പരിക്കുകൾ പറ്റി, ഒരാൾ കൊല്ലപ്പെട്ടു, അത്രമാത്രം. അല്ലാതെയുള്ള കാര്യങ്ങൾ ഭദ്രേട്ടൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും അന്ന് ഭദ്രേട്ടൻ എല്ലാം ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അതും ജിനുവിന്റെ മുറിയും തമ്മിൽ എന്താ ബന്ധം? ശക്തിയിൽ ആകാംക്ഷ ജനിച്ചു. പറയാം. ഇപ്പോഴും മനസ്സിലാകാതെ പോയ ചില കാര്യങ്ങളുണ്ട് ശക്തി. അതും കൂടി കണ്ടെത്തിയിട്ട് പറഞ്ഞാൽ മാത്രമേ നിനക്ക് കൃത്യമായി മനസ്സിലാകൂ. എനിക്കും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഇവിടെ ഒരു അന്വേഷണം അത്യാവശ്യമാണ്. ജിനുവിന്റെ മുറിയിൽ എന്ത്, എങ്ങനെയെന്നൊക്കെ നീ വേണം കണ്ടുപിടിക്കാൻ. അത് തെളിയിക്കാതെ വെറുതെ ആരോപിക്കാൻ കഴിയില്ലല്ലോ. ശക്തിയുടെ മുഖം സംശയം കൊണ്ട് കുറുകി. അന്ന് കേശവൻ ഇടഞ്ഞത്, നികേഷിന്റെ മരണം, നിഖിലയുടെ തിരോധാനം, ജീവന് പരിക്ക് പറ്റിയത്, പിന്നെ പാർവതിയുടെ ആത്മഹത്യാശ്രമം, അനുവിന്റെ ചതി, അങ്ങനെ നീണ്ടുകിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്നതിനിടയിൽ ചിലരുടെ അജണ്ട ക്ഷേത്രത്തിലെ സ്വത്ത് തന്നെയായിരുന്നു. ആ ചിലരിൽ ആരെല്ലാം ഉണ്ടായിരുന്നുവെന്ന് ഇന്നും ഉറപ്പിക്കാൻ കഴിയില്ല. പരസ്പര സഹകരണത്തോടെ ആയിരുന്നുവോ അതോ പല ഗ്രൂപ്പുകളായി പിന്തിരിഞ്ഞതായിരുന്നോ? അതിൽ എത്ര ആളുകൾ പങ്കാളികളായിട്ടുണ്ട്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്നും കൃത്യത വന്നിട്ടില്ല. എങ്കിലും ജീവനത്തുകാർക്ക് അതിൽ വ്യക്തമായ പങ്കുണ്ട്. പക്ഷേ അജിത്തിനെയും അവന്റെ അച്ഛനെയും അമ്മയും അതിൽ ഉൾപ്പെടുത്തേണ്ട. ഒന്നറിയാം, അന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് നിഖില മുമ്പേ എന്തൊക്കെയോ മനസ്സിലാക്കിയിരുന്നു. അവൾ എനിക്ക് പല സൂചനകളും തന്നതാണ്. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജീവനത്തുകാർക്ക് മാത്രമല്ല, ദേവകിക്കും അനുഗ്രഹിക്കും എല്ലാം അതിൽ പങ്കുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഇവരൊന്നും യാതൊരു ബന്ധവും പുലർത്തുന്നില്ലെന്ന് വാദിച്ചാലും അങ്ങനെയല്ലെന്ന രീതിയിലും തോന്നിപ്പോകും. പക്ഷേ ആളേറെ കൂടിയാൽ പാമ്പ് ചാകില്ലെന്നതുപോലെ ഇവിടെയും ഒരു തമ്മിൽ തല്ല് കാണേണ്ടതല്ലേ. അങ്ങനെയൊന്നും നടക്കാതെ പോയതിനാൽ പിന്നെയും സംശയങ്ങളാണ്. മനസ്സിലായില്ല. ശക്തി മുഖം ചുളിച്ചു. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ പലർ ചേർന്ന് ഒരു ഗ്രൂപ്പായി ഇറങ്ങിയാലും നേടിയെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് മുഴുവൻ വേണമെന്ന ചിന്തയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയില്ലേ? ഇവിടെ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അന്ന് ഉത്സവത്തിന്റെ 3ാമത്തെ ദിവസമാണ് ഞാനും ജീവനും തമ്മിലുള്ള അടി നടക്കുന്നത്. അതിനു മുമ്പ് അനു എന്റെ കൈവശമിരുന്ന ക്ഷേത്രത്തിലെ താക്കോൽ സ്വന്തമാക്കിയത് ഞാൻ അറിഞ്ഞിരുന്നു. അത് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് നമുക്കത് സ്വന്തമാക്കി സുഖമായി ജീവിച്ചുകൂടെ എന്നാണ്. അന്ന് ആദ്യമായിട്ട് ഞാൻ അവളെ അടിച്ചു. അതിനിടയിൽ നിഖില കയറി ഇടപെട്ടു. അനു അന്ന് എന്നെയും നിഖിലയും ചേർത്ത് മോശമായി സംസാരിച്ചു. അവർക്കിടയിൽ ചില വാഗ്വാദങ്ങൾ നടന്നു. അതിനു പിന്നാലെയായിരുന്നു ഞാനും ജീവനും ചേർന്നുള്ള അടി നടന്നത്. അതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം നടന്നതാണ്. എന്റെ ശ്രദ്ധ അവരിലേക്ക് ചെല്ലാതെ ഇരിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ അവർ ആഭരണം എടുത്തിട്ടുണ്ടാവുമെന്ന സംശയത്തിൽ ഞാൻ അവിടെ ചെന്നതാണ്. ജിനുവിനോട് ഞാനത് നോക്കാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടിയത്. അതും അരവിന്ദ് വിളിച്ചിട്ട്, കേശവൻ മതപ്പാട് കാണിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉത്സവത്തിന് എഴുന്നള്ളിക്കേണ്ടതായതിനാൽ വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വരെ കൃത്യതയോടെ എടുത്തതാണ്.
ഇതുവരെ അവൻ അത്തരം ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടുമില്ല. അതിനുശേഷം നടന്നതെല്ലാം അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരുന്നല്ലോ. ജിനു എടുത്തിട്ടുണ്ടെന്നാണോ ഭദ്രേട്ടൻ പറയുന്നത്? അറിയില്ല, അങ്ങനെ ഒരു തോന്നലുണ്ട്. അവൻ ചിലപ്പോൾ അത് കണ്ടെത്തി എടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആഭരണങ്ങൾ പലരുടെ കൈകൾ മറിഞ്ഞ് ജിനുവിൽ എത്തിയെന്നാണ് എൻ്റെ ഊഹം. കാരണം അന്നത്തെ സംഭവത്തോടെ ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറിയിരുന്നല്ലോ. ഞാൻ പോയതിനു ശേഷം ജിനു അവന്റെ മുറിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അവന്റെ ബാത്റൂമിൽ ലീക്ക് ഉണ്ടെന്നും സൗകര്യങ്ങൾ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരെണ്ണം പണിതു. പഴയ ബാത്റൂം അവനൊരു മുറിയായി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാകുമെന്നൊരു സംശയവുമുണ്ട്. അങ്ങനെ സംശയം തോന്നാനുള്ള കാരണം എന്താ? ഒന്ന്, എൻ്റെ അറിവിൽ ഈ നിലയിലെ ഏറ്റവും നല്ല മുറിയാണ് അവൻ്റേത്. ശരിക്കും ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ആ മുറിയായിരുന്നു. അവനത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതിലേക്ക് മാറിയതാണ്. പിന്നെ ബാത്റൂം ലീക്കായതിൻ്റെ പേരിൽ പുതിയൊരെണ്ണം പണിയുമോ, ഉള്ളത് മോഡിഫൈ ചെയ്തെടുക്കുമോ? ശക്തി തന്നെ അഭിപ്രായം പറയൂ. മോഡിഫൈ ചെയ്യും. ഇവിടെ അവൻ പുതിയൊരെണ്ണം എടുത്തു. എന്തിനു വേണ്ടി? അവന് മറ്റെന്തോ കാര്യം നേടാനുള്ളതിനാൽ ഒരു മുറി കൂടി ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്നതല്ലേ സത്യം? അതിനേക്കാൾ അതിശയം തോന്നുന്ന മറ്റൊരു സംശയമുണ്ട്. അത് നീ ആ മുറിയിൽ കയറിയിട്ട് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരുമ്പോൾ പറഞ്ഞു തരാം. അതെന്താ? വെറുതെ അവിടെയും കിടക്കട്ടെ, ഒരു സസ്പെൻസ്. മറ്റൊന്ന്, ദേവകിയുടെ പക്കൽ നിന്ന് ആഭരണത്തിൽ നിന്ന് ഇളകി വീണ കല്ലുകൾ കിട്ടിയത് ഒരു കാര്യമാണ്. പിന്നെ തിരുമേനി ഗണിച്ചു പറഞ്ഞതും ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ദേവകിക്കും അറിവുണ്ടാകില്ലേ? അവർക്കറിയില്ല, അതുറപ്പാണ്. നമ്മുടെ ഹാളിലെ സോഫയുടെ അടിയിൽ നിന്നാണ് അവർക്കത് കിട്ടിയത്. മാത്രവുമല്ല, ആ കല്ലുകൾ വിലപിടിപ്പുള്ളവയാണെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കില്ലല്ലോ. അപ്പോൾ ജിനുവിന്റെ മുറിയിലെ പഴയ ബാത്റൂമാണോ ആ രഹസ്യ ഇടം? അതവൻ സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടു. ഇതുവരെ എനിക്കകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ഇവിടെ ഉപയോഗിക്കാത്ത ഒരുപാട് മുറികൾ ഉള്ളപ്പോൾ സ്വന്തം മുറിയിൽ ഒരു സ്റ്റോർ റൂം, അതിലൊരു കല്ലുകടി തോന്നുന്നില്ലേ നിനക്ക്? ശക്തി ആലോചനയോടെ തലയാട്ടി. അപ്പച്ചി മനഃപൂർവ്വം വീട്ടുജോലിക്കാരെ പറഞ്ഞുവിടാൻ ശ്രമിച്ചതിന് അച്ചമ്മ കൂട്ടുനിന്നത് ഞാൻ പറഞ്ഞിട്ടാണ്. ജോലിക്കാരില്ലാതെ വന്നാൽ റൂം ക്ലീനിങ് നിനക്ക് ഏറ്റെടുക്കേണ്ടി വരും. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കും. എന്തെങ്കിലുമൊക്കെ സൂചനകൾ അവിടെ നിന്നും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് കളവുപോയ ആഭരണങ്ങൾ ഈ വീട്ടിലുണ്ടോ എന്ന് സംശയമുണ്ട്. മറ്റെവിടെയാണെങ്കിലും അത് കൈവശം വെച്ചവർക്ക് സമാധാനമായി കഴിയാൻ പറ്റില്ല. ഭഗവാന്റെ സമ്പത്താണ്. നിനക്ക് ചിലപ്പോൾ അന്ധവിശ്വാസമെന്ന് തോന്നും. ഒരു ഡോക്ടറായ ഞാനിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നും തോന്നാം. പക്ഷേ ഇതെല്ലാം ചെറിയ പ്രായം മുതൽ ഞാൻ തുടർന്നു വന്ന വിശ്വാസങ്ങളാണ്. എത്ര പുരോഗമന ചിന്താഗതി ഉയർത്തിയാലും ചില വിശ്വാസങ്ങൾ മാറില്ല. ഇവിടുത്തെ ക്ഷേത്രത്തിന് പോലും അവിശ്വസനീയമെന്ന് തോന്നിപ്പിക്കുന്ന ഐതിഹ്യമുണ്ട്. അതേപോലെ വെളിപ്പുറത്തുള്ള ദേവനാണ്. ആ ശക്തിയുടെ അത്ഭുതങ്ങൾ ഈ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇതെല്ലാം അറിഞ്ഞു വളർന്നവൻ, ആ ക്ഷേത്രമുറ്റത്ത് കളിച്ചു വളർന്നവൻ തികഞ്ഞ വിശ്വാസിയാണ്. ചിലപ്പോഴൊക്കെ അന്ധവിശ്വാസിയും. ഓരോ വർഷവും ആഭരണങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. ഞാനതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ ഞാൻ അന്ധവിശ്വാസമായി കാണില്ല ഭദ്രേട്ടാ. കപടത നിറഞ്ഞ മനുഷ്യരെക്കാൾ ഭേദമാണ് മറ്റുള്ളവർക്ക് അന്ധവിശ്വാസമെന്ന് തോന്നുന്ന നമ്മുടെ വിശ്വാസങ്ങൾ. അവിടെ നമ്മൾ ആരെയും ചതിക്കുന്നതുമില്ല, ദ്രോഹിക്കുന്നതുമില്ല, ശല്യമാകുന്നതുമില്ല. ജിനുവിന്റെ മുറിയിൽ ലക്ഷ്മി ഉണ്ടല്ലോ. ഇത്രയും രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഒരിടത്ത് മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യത്തോടെ കഴിയാനുള്ള അനുമതി അവൻ നൽകുമോ? ഭയമുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു നിമിഷം ലക്ഷ്മി കാണുമെന്ന് ചിന്തിക്കില്ലേ? അവനെങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും? പറഞ്ഞു കേട്ടിടത്തോളം കോടികളുടെ മുതലുണ്ടല്ലോ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ. വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാണ്. നിലവിൽ അവൻ അതിൽ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടേക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് ആരെങ്കിലും വെറുതെ കയറി തിരയുമോ? അതാണ് അവന്റെ ബുദ്ധി. പഴയ സാധനങ്ങൾ കൂട്ടിയിടാൻ വേണ്ടി സ്വന്തം മുറിയിൽ ഒരു സ്റ്റോർ റൂം. അതാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. ഇനി അറിയേണ്ടത് അവന്റെ പഴയ വാഷ്റൂം വിപുലമാക്കി പുതിയതാക്കി എടുത്തുകൊണ്ട് അതേ മുറിയിൽ മറ്റൊരു സ്റ്റോർ റൂം പണിതതാണോ എന്നാണ്. അവന്റെ മുറി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ 2 മുറി കൂടി എടുക്കാൻ പാകത്തിന് ഒഴിച്ചിട്ടിരുന്നു. മുറിയിൽ പുതിയ ബാത്റൂം പണിതപ്പോൾ വീടിന്റെ പിൻഭാഗത്തേക്ക് അഭിമുഖമായി വരുന്ന അവന്റെ മുറിയോട് ചേർന്നുള്ള ചെറിയ ബാൽക്കണി ഉൾപ്പെടെയാണ് പുതിയ ബാത്റൂമിനായി അവൻ മാറ്റിയെടുത്തതെന്നാണ് തോന്നുന്നത്. നിലവിൽ ഹാള് കഴിഞ്ഞുള്ള ബാൽക്കണി അല്ലാതെ
നമ്മുടെ മുറിക്ക് മാത്രമേ ഇപ്പോൾ ബാൽക്കണിയുള്ളൂ. ലക്ഷ്മിക്ക് യോഗയും മറ്റും ചെയ്യാൻ മുറിയിൽ ബാൽക്കണി വേണമെന്നും സ്റ്റോർ റൂമായ പഴയ ബാത്റൂം അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്രമീകരിച്ചു കൊടുക്കണമെന്നും അവൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ജിനു അത് സമ്മതിക്കുകയും ചെയ്തുവെങ്കിൽ അവന് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. ചിലപ്പോൾ ഈ നിലയിൽ പുതിയൊരു മുറി തന്നെ അവൻ പണിതെടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഈ മുറി ആവശ്യപ്പെട്ടുവെന്നും വരാം. കാരണം നമ്മളിവിടെ താമസിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും വന്നു പോകുന്നവരല്ലേ. അതുമല്ലെങ്കിൽ മാറ്റേണ്ടതൊക്കെ അവൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇനി പുതിയ മുറി എടുക്കാനുള്ള പ്ലാൻ നടക്കുകയാണെങ്കിൽ അതിനിടയിൽ അവൻ ഇവിടെ നിന്ന് ആഭരണങ്ങൾ മാറ്റാനും സാധ്യതയുണ്ട്. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്ക് സത്യം കണ്ടെത്തണം, അതല്ലേ വേണ്ടത്? ശക്തി ചോദിച്ചു. അവന്റെ മുറിയിൽ എന്ത് മാറ്റമാണ് വരുത്തിയതെന്നാണ് അറിയേണ്ടത്. നമ്മൾ കാണുന്ന ജിനുവല്ല യഥാർത്ഥ ജനക് പ്രസേനൻ. കുറുക്കന്റെ സ്വഭാവമാണ്. ഒന്നിനും കഴിവില്ലാത്ത, മറ്റുള്ളവരെ അനുസരിക്കുന്ന വളരെ പാവമായ ഒരുത്തനല്ല അവൻ. എനിക്കറിയാം, പലപ്പോഴും അവന്റെ സ്വഭാവത്തിൽ വൈരുദ്ധ്യം തോന്നിയിട്ടുണ്ട്. ശക്തിയും താൻ മനസ്സിലാക്കിയ കാര്യം അവനോട് പറഞ്ഞു. അവൻ ലക്ഷ്മിയെ സ്വന്തമാക്കിയത് മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാനല്ല ശക്തി, അവളെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ. ആദ്യ കാഴ്ചയിൽ അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയവളെ സ്വന്തമാക്കാൻ വേണ്ടി ഓരോന്ന് പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് ആരോടും ഒരു സഹതാപവും കാണിക്കേണ്ട കാര്യമില്ല. ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കുകയും വേണം. പക്ഷേ ആ ദേഷ്യത്തിൽ സ്വയം എരിഞ്ഞു തീരരുത് നീ. അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് അവൻ ഉപദേശം പോലെ പറഞ്ഞു. വിഷമം മാറിയോ? അവൻ അവളുടെ കവിളിൽ വിരൽ കൊണ്ട് ഒഴിഞ്ഞു ചോദിച്ചു. ഇതിനാണോ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ വലിച്ചു നീട്ടി സംസാരിച്ചത്? കാര്യമില്ലാതെയോ? ഞാനിതുവരെ പറഞ്ഞതിൽ യാതൊരു കാര്യവുമില്ലേ? ഉണ്ടോ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. താഴെ നടന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവൾ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എങ്കിൽ കാര്യമുള്ള പ്രവർത്തികൾ ചെയ്താലോ? അവൻ കുറുമ്പോടെ അവളുടെ കവളിൽ വിരലോടിച്ചു. അവൾ അവനെ പിന്നിലേക്ക് തള്ളിവിട്ടു. 6 മാസം കൂടെ കഴിഞ്ഞിട്ടും കാണിക്കാത്ത കൊതിയും ആക്രാന്തവുമാണിപ്പോൾ. ശക്തി അവനെ കളിയാക്കി. നീ എൻ്റെ സ്വന്തമാണ്, എൻ്റെ പ്രണയിനിയാണ്, ജീവനാണ്, എല്ലാമാണ്. പോരാ, കുറച്ചുകൂടി നാടകീയമായി കൈകൾ വിരിച്ച് ഉറക്കെ പറയൂ. സിനിമയിലെ നായകന്മാരെ കണ്ടിട്ടില്ലേ? ഞാൻ നായകനല്ല, വില്ലനാണ്. നീ അത് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. വീരൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വില്ലത്തിയും. അവൾ കണ്ണിറുക്കി പറഞ്ഞു. നീ ഇവിടെ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ? ശക്തി കൺചിമ്മി. താഴെ നിന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം സംസാരിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവില്ല എനിക്ക് മുമ്പിൽ നിൽക്കുക. എനിക്ക് എൻ്റെ ശക്തിയുടെ തകർന്ന ഭാവം കാണേണ്ട. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പ്രതികരിക്കുന്നവളെ മതി. വീരൻ അവളെ പുണർന്നുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് ഒതുക്കി വെച്ചു. തുടരും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കഥാപാത്രങ്ങളും കഥകളും സംശയങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ കമൻറ്റിൽ വ്യക്തമാക്കണേ. ഞാൻ നിങ്ങൾക്ക് വിശദീകരണം നൽകുന്നതായിരിക്കും. താങ്ക്